നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻമേരി ജേക്കബ്, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് SUT ഹോസ്പിറ്റൽ, പട്ടം, ട്രിവാൻഡ്രം. മാർച്ച് 24 നമ്മൾ ലോക ക്ഷയരോഗ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വി ക്യാൻ എൻഡ് TB എന്നതാണ്. അതായത് TB നിർമ്മാർജ്ജനമാണ് നമ്മൾ ഈ വർഷം നമ്മൾ ശ്രമിക്കുന്നതും അതിന്റെ തീമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രോഗം തന്നെയാണ് TB ഏത് പ്രായക്കാരിലും വരാം. മുതിർന്നവരിലും കുഞ്ഞുങ്ങളിലും കുട്ടികളിലും ആർക്ക് വേണമെങ്കിലും TB ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസ്ഥ, നമ്മുടെ പ്രായം കൂടുമ്പോൾ നമ്മൾ ക്യാൻസർ പോലത്തെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസീവ് ഗ്രൂപ്പിലുള്ള മരുന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്ക് TB ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അൺകൺട്രോൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ TB വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണാറുണ്ട്. TB നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: പൾമണറി TB, എക്സ്ട്രാ പൾമണറി TB. പൾമണറി TB ആണ് നമ്മൾ കൂടുതൽ കാണുന്നത്, എന്നാൽ ഇപ്പോൾ എക്സ്ട്രാ പൾമണറി TBയും ഒരുപാട് നമ്മൾ കാണാറുണ്ട്. പൾമണറി TB എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്ന TB ആണ് അങ്ങനെ വിളിക്കുന്നത്. എക്സ്ട്രാ പൾമണറി എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തിന് പുറത്തുള്ള ഏത് അവയവത്തെ ബാധിച്ചാലും, നമ്മുടെ തലമുടിയും നഖവും ഒഴിച്ച് ബാക്കി ഏത് അവയവത്തിലും നമുക്ക് TBയുടെ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. TB സ്പ്രെഡ് ചെയ്യുന്നത് കൂടുതലും നമുക്ക് ഡ്രോപ്ലെറ്റ്സ്, അതായത് നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ TB ഉള്ളൊരു രോഗിയുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നുമാണ് നമുക്ക് മറ്റൊരാൾക്ക് TB ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് ഒരാൾക്ക് TB ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റുകൾ നമുക്കിപ്പോൾ ധാരാളമായിട്ട് ഉണ്ട്. അതിൽ മെയിനായിട്ടും വരുന്നത് കഫത്തിന്റെ പരിശോധനയും TBയുടെ ടെസ്റ്റുകളുമാണ്. അപ്പോൾ നമുക്കൊരു രോഗിക്ക് ശ്വാസകോശ TB ആണെങ്കിൽ അവർക്ക് നമ്മൾ എക്സ്റേയും കഫവുമാണ് പരിശോധിക്കുക. ഇപ്പോൾ എക്സ്ട്രാ പൾമണറി, അതായത് ശ്വാസകോശത്തിന് പുറത്തുള്ള ഏതെങ്കിലും TB ആണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്കാൻ, പിന്നെ നമ്മൾ അതിന്റെ ബയോപ്സി പോലുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ഒരാൾക്ക് TB ഡയഗ്നോസ് ചെയ്തു എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്? ഇപ്പോൾ പൾമണറി TB ആണെങ്കിൽ നമുക്കത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ നമ്മൾ ചുമയ്ക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ അവര് മറ്റു ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട് വരുമ്പോഴാണെങ്കിലും അവർ ഒരു കർച്ചീഫ് എടുത്ത് 8 മടക്കി വാ മൂടി ചുമയ്ക്കാനും പരിസരത്ത് തുപ്പാതിരിക്കാനും ഒക്കെ ഓർക്കേണ്ടതാണ്. എക്സ്ട്രാ പൾമണറി TB, അതായത് TB ശ്വാസകോശത്തിന് പുറത്തു വരുന്ന TBകൾ കൂടുതലും പകരുന്ന തരത്തിലുള്ള TBകളല്ല. അപ്പോൾ TBയുടെ മരുന്നെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഗവൺമെന്റിലും പല പ്രൈവറ്റ് ആശുപത്രികളിലും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റ് ആണ്. അപ്പോൾ നമുക്കൊരാൾക്ക് TB ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ATT ആണ്, അതായത് RNTCP ATT ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ എത്ര മരുന്ന് എടുക്കണം എന്നുള്ളത് നമ്മുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ്, അക്കോർഡിംഗ് ടു വെയിറ്റ് ബാൻഡ് എന്ന് പറയും. അപ്പോൾ 35 കിലോയ്ക്ക് താഴെയുള്ള ഒരാൾക്ക് എടുക്കേണ്ട ടാബ്ലറ്റും 75 കിലോയ്ക്ക് മുകളിൽ എടുക്കേണ്ട വെയിറ്റ് ഉള്ള ഒരാൾക്കും ഡിഫറെൻറ്റ് ടാബ്ലറ്റ്സ്. ചിലർക്ക് 2 ആയിരിക്കും, ചിലർക്ക് 6 5 ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് എത്ര മരുന്ന് കഴിക്കണമെന്ന് നമ്മൾ അറിയുന്നത്. യൂഷ്വലി നമ്മൾ 6 months ആണ് TBയുടെ ട്രീറ്റ്മെന്റ് വരുന്നത്. അതിനകത്ത് 2 മാസത്തെ നമ്മൾ ഇന്റൻസീവ് ഫേസ് എന്നും 4 മാസത്തെ കണ്ടിന്യൂവേഷൻ ഫേസ് എന്നുമാണ് പറയുന്നത്. അതിൽ മരുന്നിന്റെ വ്യത്യാസം വരും. അതുപോലെ നമുക്കൊരാൾക്ക് TB ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന് മരുന്ന് കിട്ടേണ്ടത്? നമ്മൾ അടുത്തുള്ള സർക്കാർ ആശുപത്രികൾ എല്ലാം തന്നെ നമ്മൾ ആദ്യം തന്നെ TB രജിസ്റ്റർ ചെയ്യണം. അത് നമ്മൾ എവിടെ നിന്നാണ് ഡയഗ്നോസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ആശുപത്രിയിലായിരിക്കുമല്ലോ അത് കണ്ടുപിടിക്കുന്നത്. ആ ആശുപത്രി ഒരു TBയുടെ സെന്റർ ആണെങ്കിൽ, ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികൾ പലതും TBയുടെ സെന്റർ ആണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കത് നിക്ഷി എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് അവർ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അതിനുള്ള ആൾ കാണും, അത് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് ഒന്നുകിൽ ആ ആശുപത്രിയിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ നമുക്കിപ്പം ദൂരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അവിടെ നിന്ന് ഒരു ലെറ്റർ തരികയും ആ ലെറ്ററും കൊണ്ട് അടുത്ത PHCയിൽ പോയാൽ അവിടുന്ന് മരുന്ന് ലഭിക്കുകയും ഫോളോ അപ്പ് ഒന്നുകിൽ ആ PHCയിലോ അല്ലെങ്കിൽ മറ്റേ ആശുപത്രിയിലോ എവിടെയാണെങ്കിലും ചെയ്യാം. മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ മരുന്നിന്റെ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ലിവറിനെയും കിഡ്നിയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും നമ്മൾ ആഴ്ചയിലും 2 ആഴ്ചയിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യേണ്ടി വരും. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മരുന്നിന് നമ്മൾ വ്യത്യാസം ആക്കേണ്ടതായിട്ടും വരും. പിന്നെ നമ്മുടെ കാഴ്ച ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കാഴ്ചയെ ബാധിക്കും. അപ്പോൾ കാഴ്ചയെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ മൂത്രത്തിന് ചെറിയ ഓറഞ്ചിന്റെ കളർ വ്യത്യാസം കാണും. അത് വറി ചെയ്യാനില്ല, അത് മരുന്നിന്റെ എക്സ്ക്രീഷനിൽ വരുന്നതാണ്. പിന്നെ ചില പനികൾ, ചില സന്ധിവേദനകളൊക്കെ ഇതോടൊപ്പം കാണാൻ സാധിക്കും. പക്ഷേ TBയുടെ മരുന്ന് നമ്മൾ 6 മാസം കഴിച്ചാൽ TB
നിശേഷമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുന്ന ഒരു രോഗം തന്നെയാണ്. ഇപ്പം നമ്മൾ ടി ബി ഒരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട്. കൂടുതലും എക്സ്ട്രാ പൾമണറിയാണ്, പൾമണറി ടി ബിയും കാണാറുണ്ട്. അപ്പോൾ ടി ബി നമുക്ക് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. കൂടുതലും നമ്മൾ മറച്ചു വെക്കുമ്പോഴാണ് അത് മറ്റൊരാൾക്ക് അത് കിട്ടാനുള്ള സാധ്യത കൂടുന്നത്. മരുന്ന് കഴിച്ചാൽ അത് സുഖപ്പെടുത്താവുന്ന ഒരു രോഗം തന്നെയാണ്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.